Toi c'est amour, toi c'est une voix, toi c'est tes yeux et c'est ma joie. Sajna, Sajna. How I lost myself again, but I remember you. Don't come back, it won't end well, but I wish you'd tell me to. Our love is 6 feet under, I can't help but wonder if our grave was watered by the rain. Good roses. Good roses. Good roses. Retrace my lips, erase your touch. It's all too much for me. Blow away like smoke in air. How can you die carelessly? Our love is 6 feet under. I can't help but wonder if our grave was watered by the rain. നിൻ സന്നിധിയിൽ അടിയറു വന്നു ചേരുവാനായി ഇന്നു നിൻ സന്നിധിയിൽ അടിയറു വന്നു ചേരുവാനായി തന്നാലിനുന്നതമാം കൃപയ്ക്കവി വന്ദനം ചെയ്തിടുന്നേ തന്നാലിനുന്നതമാം കൃപയ്ക്കവി വന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾ കരുളാൻ ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾ കരുളാൻ പതനയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമോ പതനയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമോ വന്ദനം യേശുവരാ നിനക്കെന്നു വന്ദനം യേശുവരാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതയാത്രയിൽ ഓരോ ഘട്ടങ്ങളിലും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് പിതാവെ അവിടുന്ന് നടത്തുന്ന വഴികളിൽ നടപ്പാനും പിതാവെ അവിടുന്ന് ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനും തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ ദിവ്യമായ കരുതലായ ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഭവനം വിശുദ്ധ കുദാശയ്ക്കായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നുവല്ലോ പിതാവെ, നിന്റെ മക്കൾ വിശുദ്ധ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വേളയിൽ ദൈവമേ, അവിടുത്തെ ഇതുവരെയുള്ള ആലോചനകളിൽ അവിടുത്തെ സാന്നിധ്യവും ആലോചനയും കൂടി ഉണ്ടായിരുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രമീകരണങ്ങൾ, വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെ അവിടുത്തെ കൃപ വ്യാപരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ജീവിച്ച് പഠിച്ച് വളർന്നു വന്ന് പിതാവെ, നിന്റെ മക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടുന്ന് നിന്റെ മക്കളെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. ദൈവിക കരുതൽ അനുഭവിപ്പാൻ തക്കോണം, ദൈവത്തിന്റെ വാഴുകളെ പ്രാപിപ്പാൻ തക്കോണം അവിടുന്ന് നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവർ ഒരുമിച്ച് ചേർന്ന് അവർ വളർന്നതായ സാഹചര്യങ്ങളിൽ ലഭിച്ചതായ നല്ല മാതൃകകൾ ഒരുമിച്ച് ചേർന്ന് പങ്കുവെക്കുമ്പോൾ പിതാവെ, അത് സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമാക്കി തീർക്കണമേ. പിതാവെ, മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ അത് കണ്ട് സന്തോഷിപ്പാൻ നിന്റെ മക്കൾ അനുഭവിക്കുന്നതായ സന്തോഷത്തെ കണ്ട് സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ കുദാശയ്ക്കായിട്ട് ഒരുങ്ങി നിന്റെ മക്കൾ ആലയത്തിലേക്കൊക്കെ പോകുന്നു. യാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് ചെന്നെത്തി ശുശ്രൂഷയിലൂടെ അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ദിവസങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവെ, നിന്റെ മക്കളെ വളർത്തി അഭ്യസിപ്പിച്ചതായ ഇടവക അധ്യാപകർ, ചുറ്റുപാട് ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, അവന് ലഭിച്ചതായ നല്ല മാതൃകൾ പിൻപറ്റി സ്തോത്രത്തോടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ അവിടെ ശ്രമിക്കും. പിതാവെ, നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരോട് അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവിടുന്ന് തന്നെ എഴുന്നള്ളണമേ. പിതാവെ, അവിടെ തന്നെ എഴുന്നള്ളി നിന്റെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവെ, കനാവിലെ കല്യാണത്തിന് അവിടുന്ന് എഴുന്നള്ളി കുറവുകളെ പരിഹരിച്ചതുപോലെ പിതാവെ, നിന്റെ മക്കളുടെ ഈ ഇന്നത്തെ വിശുദ്ധ വിവാഹ ശുശ്രൂഷ എല്ലാ ക്രമീകരണങ്ങളും അവിടുത്തെ സാന്നിധ്യം നൽകണമേ. മാനുഷികമായ എല്ലാ കുറവുകളും പിതാവെ അവിടുന്ന് തന്നെ പരിഹരിക്കണമേ. അവിടുന്ന് തന്നെ അവിടുത്തെ ആശീർവാദം നൽകി പിതാവെ ഒരു അടയാളമായി നിന്റെ മക്കളുടെ കുടുംബജീവിതമായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസനിലേക്ക് സമർപ്പിക്കുന്നു. പിതാവെ, വന്നു ചേർന്ന് നിന്നുകൊണ്ട് സ്തുതി സ്തോത്രങ്ങളെ അർപ്പിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ ക്രമീകരണങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുത്തെ സാന്നിധ്യം ഉണ്ടായി മശിഹാമൂലം അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. പ്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹമാണ് നാം എല്ലാവരോടും വിശുദ്ധ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന പ്രിയ മക്കളോട്, ഇരു കുടുംബങ്ങളോട്, ഇന്ന് ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട്, ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷയോട് ഇന്ന് എപ്പോഴും കൊണ്ടായിട്ടുമാറാവട്ടെ. ആമേൻ.
കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ദിവ്യ ശുശ്രൂഷയിൽ എല്ലാവരും സമ്മതിക്കേണ്ടതുമാണ്. പ്രൊസഷൻ ബ്രൈഡൽ മാർച്ചോടുകൂടി ശുശ്രൂഷ ആരംഭിക്കും. അവസാനം വെഡിങ് മാർച്ചും പ്രൊസഷനോടുകൂടിയും ആയിരിക്കും ശുശ്രൂഷ അവസാനിക്കുകയെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുൻപാകത്തിൽ വന്ന് പ്രാർത്ഥിച്ച ആശീർവാദത്തോടുകൂടി മാത്രമേ മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് കണ്ടുതക്കതായിട്ടുള്ള തുണിയിൽ കൊടുത്ത് കുടുംബജീവിതത്തെ ആസ്വദിച്ച ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമുതലായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അടുത്തു വരുന്നു. ഇന്ന് വിവാഹ ശുശ്രൂഷയിലൂടെ കൂട്ടി യോജിപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് സ്തോത്രം. നാഥ, അവിടുന്ന് തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിക്കണമേ. ദൈവത്തിൽ അനുഗ്രഹിതമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇന്ന് അവരെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളും പ്രതിജ്ഞകളും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ അനുഗ്രഹത്തെ ചൊരിയണമേ. ആദ്യയുടെ ദിവസാനുബോധത്തോടെ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃത്വ കുടുംബത്തിന്റെ സാന്നിധ്യം അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലൂടെ ആരംഭിച്ച് നടത്തി ദൈവനാമത്തിൽ ഉയർത്തുവാനക്കൊണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് യേശു മശിഹായുടെ നിങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയത്തോടെ കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് സൈലന്റ് പ്രൊസഷൻ നടത്തും. പുറത്ത് നിൽക്കുന്നവർക്ക് ഈ സൈഡ് വിങ്ങിൽ നിങ്ങൾക്ക് കയറിയിരിക്കാം. പേര് രജിസ്റ്റർ ചെയ്ത ശേഷം സൈഡ് വാതിക്കലുണ്ട്. വാതിക്കലിലൂടെ അകത്ത് പ്രവേശിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഞാൻ കീർത്തനങ്ങളിൽ 209 കീർത്തനവും ചേർന്ന് പാടാം. ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാം, ഇഹ ദുഃഖ രക്ഷയും നീ ഈ നിത്യഗ്രഹം. 209 കീർത്തനം. Thank you.
എല്ലാവരും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾ ഇരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയത്ത് ഇൻസ്ട്രക്ഷൻ നൽകും. അതനുസരിച്ച് ദയവായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഈ ശുശ്രൂഷ ക്രമപുസ്തകത്തിൽ 2-ാമത്തെ പുറം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. നാം ദൈവസന്നിധിയിലെ സഭായോഗത്തിൻ്റെ മുമ്പാകെയും കൂടിയിരിക്കുന്നു. വിവാഹം മാനമുള്ള വസ്തുയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായും അവൻ്റെ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാകുന്നു. ഈ വിശുദ്ധ അവസ്ഥയും മശിഹ ഗലീലെ കാനാവിലെ തൻ്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുമെന്ന് വിശുദ്ധ തിരുവെടുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. നല്ലേത് ഉദ്ദേശങ്ങൾക്കായി ഇത് നിയമിക്കപ്പെട്ടു എന്ന് വേണ്ട പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്, ദൈവഹിത പ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തിലും ബാലശുശ്രയിലും അവൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നിർബാധയിൽ നടത്തപ്പെടേണ്ടതിനും. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും. മൂന്നാമത്, ഐശ്വര്യത്തിലും അനർത്ഥത്തിലും നമ്മെ തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം. അല്ലെങ്കിൽ ഇനി മേലാൽ ഒരിക്കലും പറയാതെയിരിക്കണം. ജെൻ, ബെൻസി, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുകൊണ്ട് ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ഇരുവരോട് നിഷ്കർഷയായി ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ദൈവഗത പ്രകാരമല്ലാതെ യോജിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുവിൻ. ജനങ്ങൾക്ക് ഇരിക്കാം. ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ബെൻസി കെ ജോൺസനെ നിൻ്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ബെൻസി കെ ജോൺസൺ, വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ജെൻ ഉമ്മൻ ഫിലിപ്പിനെ നിൻ്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നത് ഞാൻ ചൊല്ലിത്തരുന്നതിന് ശേഷം ജെൻ ആകുന്ന ഞാൻ
ബെൻസിയാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ബെൻസിയാകുന്ന ഞാൻ, ജെന്നാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളും ആകുന്നു. മോതിരങ്ങളും മിന്നും മന്ത്രകോടിയും വാഴ്ത്തേണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കൾ ദിവ്യാസമാധാനത്തിലും അന്യോന്യ വിശ്വസ്തതയിലും എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വളരേണ്ടതിനും അറ്റുപോകാത്ത നിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കീർത്തനം 337. Thank you.
പ്രാർത്ഥിക്കാം. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയ കൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ജന്നിൻ്റെയും ബെൻസിയുടെയും മേൽ നിന്റെ നൽവരങ്ങൾ ചൊരിയണമേ. ഇസഹാക്കും റിബേക്കയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നത് പോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനകളും പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കൊല്ലകടവ് CSI സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ സെൻറ്റ് വിലായിൽ ഫിലിപ്പുമ്മൻ്റെയും മറിയാമ്മ ഫിലിപ്പിൻ്റെയും മകൻ ജൻ ഉമ്മൻ ഫിലിപ്പും, എടത്തുവാനപ്പുറമ്പാൽ മർത്തോമ ഇടവകയിൽ കൈലാത്ത് തെക്കേക്കൂറ്റിൽ ജോൺസൺ എബ്രഹാമിൻ്റെയും അന്നമ്മ ജോൺസൻ്റെയും മകൾ ബിൻസി കെ ജോൺസണും വിശുദ്ധ വിവാഹത്തിൽ സമ്മതിച്ച് ആയതിനെ ദൈവത്തിൻ്റെയും ഈ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും മിന്നും മന്ത്രകോടിയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാലും കരാസംയോജനത്തിനാലും അതറിയിച്ചതുകൊണ്ട് ദൈവ നിയമപ്രകാരവും സഭയുടെയും ഈ രാജ്യത്തിൻ്റെയും നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും നിൽക്കുമ്പോൾ 128 സങ്കീർത്തനം ഗായസുഖത്തോട് ചേർന്ന് പാടാവുന്നതാണ്. യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാരംഭിക്കുന്ന 128 സങ്കീർത്തനം.
നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് പ്രാർത്ഥനാ ഗാനമായി ഓ പെർഫെക്റ്റ് ലവ് എന്നാരംഭിക്കുന്നതായിട്ടുള്ള ഇംഗ്ലീഷ് പാട്ട് പാടാവുന്നതാണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഓ പെർഫെക്റ്റ് ലവ് എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം പാടാം. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിക്കുന്ന പ്രിയപ്പെട്ട ജനും ബെൻസിക്കും വേണ്ടി കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശരിയപ്പെടണമേ, രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം എപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞടക്കാരും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കിടത്താതെ ദോഷങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിസ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലതലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേ, നിന്റെ ദാസരായ ജനിനെയും ബെൻസിയെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവൻ്റെ വിത്ത് ഇവരുടെ ഹൃദയങ്ങൾ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബ ജീവിതം ദൈവിക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകുന്നവരുമായിരിക്കുവാൻ
സഹായിക്കണമേ. ഇവ ജീവിതത്തിൽ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യം സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാനുള്ള മനസ്സുകളെ നിൻ്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിൻ്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും പ്രാപിപ്പാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന ദൈവരാജ്യ സുഹൃതങ്ങൾ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവിടെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയിലുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായ ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന സൗഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങൾ അപ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ട് ഒന്നാക്കിയവരെ വേർപിരിക്കുന്ന ഒരു നാൾ ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മശിഹായ്ക്ക് അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീയ വിവാഹത്തെ ഒരുമയെയും സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായ വിവാഹത്തിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള മർമ്മമായി നീ ശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, മശിഹാതൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച് അതിനെ തൻ്റെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നുവല്ലോ. അപ്രകാരം ജന്നും ബൻസിയും നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവെ, ഇവരെ ഇരുവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ രാജ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ സർവ്വശക്തിയുള്ള ദൈവം നിങ്ങളവനെ ശരീരത്തിലും ആത്മാവിലും പ്രസാദിപ്പിക്കേണ്ടതിനും ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിനും തൻ്റെ കൃപാദനത്തെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. സ്നേഹവും ബഹുമാനവുമുള്ള ചെറിയാൻ തോമസ് അച്ഛൻ ഈ സമയത്ത് വധൂവരന്മാർക്കുള്ള പ്രബോധനവും അതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. വിവാഹ ശുശ്രൂഷയിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഏറ്റവും പ്രിയപ്പെട്ട ജൻ ബെൻസി, ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാരുടെയും എല്ലാ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതരുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ഈ ഭൂമിയിൽ നൽകുവാൻ ദൈവം ഇടയാകട്ടെ എന്നും വീണ്ടും പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെയാണ് വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. എൻ്റെ ഇടവക ശുശ്രൂഷയിൽ ഏതാണ്ട് 10-16 വർഷം മുൻപ് ഞാൻ കണ്ടുമുട്ടിയ അന്നത്തെ ടീനേജുകാരനായ ജൻ വളർന്ന് പഠിച്ച് ജീവിത സാഹചര്യങ്ങൾ ദൈവം നൽകി ജീവിതത്തിലെ സുപ്രധാനമായ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കി. ആ സന്തോഷ വേളയിൽ പ്രിയ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കാനും അവർക്ക് പ്രബോധനം നൽകുവാൻ ലഭിച്ചതായ അവസരം ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഈ കുടുംബം സഭയുടെ എല്ലാവിധമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. സോമൻ വിദേശത്തായിരുന്നു, കുഞ്ഞുമോളും സെന്നും ജെന്നും. അതിൽ ജെന്നാണ് കുറേ കൂടി ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങൾ അധ്വാനിപ്പാനും പ്രവർത്തിപ്പാനും അതിലുപരിയായി എപ്പോഴും പാർട്ട്സ്നേജിൽ വരുവാനും ഒക്കെ താല്പര്യം കാണിച്ച ജൻ. ഇത് മറ്റൊരു കാരണമുണ്ട്. എൻ്റെ മകൻ്റെ ഫ്രണ്ടാണ്. അവരൊരുമിച്ച് എൻ്റെ മോൻ അല്പം സീനിയറാണെങ്കിലും അവരൊരുമിച്ച് ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. അതുകൊണ്ട് ഇടവകയിലൊരു പട്ടക്കാരൻ എന്ന നിലയിൽ അപ്പുറമായിട്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നു. ഞങ്ങളെ അതുപോലെ അവൻ്റെ പേരൻസിനോടൊപ്പം ഞങ്ങൾക്കും അതിനടുത്തതായ സ്ഥാനം നൽകി ഞങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജന്നാണ്. അതുകൊണ്ട് ബെൻസിയും ഒരുമിച്ച് നിങ്ങൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുടുംബ ജീവിതം ഏറ്റവും സന്തോഷകരമായി ഏറ്റവും സൗഭാഗ്യകരമായിട്ട് മുൻപോട്ട് പോകുവാനായി നിങ്ങൾക്കിടയാകും. ഇന്ന് ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപ് ലോകം മനുഷ്യരോട് അല്ലെങ്കിൽ ലോകം വിവാഹിതരാകാൻ പോകുന്നവരോട് പറഞ്ഞിരുന്നത് നിങ്ങളുടെ വിവാഹം എങ്ങനെ ആർഭാടമാക്കാം, എങ്ങനെ ആഘോഷപ്രദമാക്കാം. പോയി കടലിനടിയിൽ വെച്ച് വരെ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിൽ പെട്ടെന്നൊരു കുഞ്ഞൻ വൈറസ് വന്നു, ലോക്ക്ഡൗൺ വന്നു, എല്ലാ ആഘോഷങ്ങളും അസ്തമിച്ചു. വീണ്ടും ആഘോഷങ്ങളിലേക്ക് വന്നപ്പോൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് നിശ്ചയമില്ല. അപ്പോൾ വിവാഹം എങ്ങനെ ആഘോഷപൂർവ്വമാക്കാമെന്നുള്ളതല്ല, ദൈവജനം നമ്മോട് പറയുന്നത് വിവാഹ ജീവിതം എങ്ങനെ ആഘോഷപൂർവ്വമാക്കാമെന്നുള്ളതാണ്. പലപ്പോഴും
ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. വിവാഹ ജീവിതം എങ്ങനെ ആഘോഷപൂർവമായി സന്തോഷകരമായി മുൻപോട്ട് പോകാമെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ആഘോഷത്തിനും ആർഭാടത്തിനുമായിട്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യമാണ്. എന്നാൽ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത് വിവാഹമെന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉന്നതനായ കുടുംബം സ്ഥാപിച്ച ത്രിയേക ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കുന്ന, അതായത് മരണം വേർപെടുത്തുന്നതുവരെ നിലനിൽക്കുന്നതായ ഒരു വിശുദ്ധ ഉടമ്പടിയാണ് കുടുംബം എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞനായിരിക്കുന്ന ജോൺ സ്റ്റോട്ട് പറയുന്നത്, വിവാഹം നിസ്വാർത്ഥ സ്നേഹത്തിലും ഏക പത്നി ഭർതൃവിധത്തിലും വിശുദ്ധമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏക പത്നി ഭർതൃ. കാരണം പുരുഷനും സ്ത്രീയും വിവാഹിതരാകുമ്പോൾ ഇന്ന് ലോകം പറയുന്നു പുരുഷനും സ്ത്രീയും തമ്മിലും വിവാഹം ചെയ്യാം എന്ന്. എന്നാൽ ദൈവം കൽപ്പിച്ചാക്കിയപ്പോൾ ഭിന്നലിംഗക്കാരായ വ്യക്തികൾ തമ്മിലുള്ള ആജീവനാന്ത പ്രതിബദ്ധതയാണ് വിവാഹം എന്നുള്ളത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ വിശുദ്ധനായ ദൈവം രൂപകൽപ്പന ചെയ്തതാണ് അല്ലേ. അവിടെ മനുഷ്യൻ്റേതായ യാതൊരുവിധമായ ആലോചനകളുമല്ല. ദൈവം തമ്പുരാൻ ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചതായ ദൈവം തമ്പുരാൻ തന്നെ തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചതായ ആദമിന് തുണയായിരിക്കുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ, അവനെപ്പോലെ ആയിരിക്കുവാൻ അവനിൽ ഓപ്പറേഷൻ നടത്തി അവന് ആദമിന് ഹവ്വായെ കൊടുത്ത് കുടുംബ ജീവിതം നൽകുകയാണല്ലേ. വാസ്തവത്തിൽ ദൈവം അവളെ കൊടുത്തപ്പോൾ അവൻ അതിശയിച്ചു പോയി. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായി അവൻ തന്നെ ഏറ്റവും മനോഹരമായ പേര് നൽകുകയാണല്ലേ. ഇന്ന് നമ്മൾ ആ പേരിന് പലപ്പോഴും അക്ഷരം മാറുമ്പോൾ അർത്ഥങ്ങൾ മാറാറ്. എന്നാൽ ദൈവം കൽപ്പിച്ചാക്കിയതായ ഈ കുടുംബം ദൈവമാണ്. മനുഷ്യൻ്റെ ആലോചനകളുമൊക്കെ ഉണ്ടെങ്കിലും ബെൻസിയെ ജന് തന്ന ദൈവമാണ്. ബെൻസിയെ ജന് തന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. എബ്രായ ഭാഷയിൽ ഹിറോഷ് എന്നതായ വാക്കാണ് ഈ വിവാഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. വളരെ മലയാളത്തിൽ അതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നതായ അർത്ഥത്തിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. എന്താണ് ഡോക്ടറുടെ ചുമതല? ഡോക്ടർ മനുഷ്യജീവിതത്തിൻ്റെ വെൽബീയിങ്ങിന് ആവശ്യമായ സഹായം നൽകുന്നവനാണ്. അപ്പോൾ നിങ്ങൾ ജൻ്റെ ജീവിതത്തിന് ആവശ്യമായ സഹായം, ബെൻസിയുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സഹായം ചെയ്യത്തക്ക നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡോക്ടർമാരായി, വ്യാജ ഡോക്ടർമാരാകാതെ ചില അസുഖം എന്തെന്ന് ശരിയായി മനസ്സിലാക്കി വേദനകളും പ്രയാസങ്ങളും ശരിയായി മനസ്സിലാക്കി ശരിയായ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. അതുകൊണ്ട് പരസ്പരം അറിയണം. ഒരു ഡോക്ടറുടെ ചുമതല തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ എല്ലാ വിഷമതകളും ശരിയായി മനസ്സിലാക്കി ചികിത്സിക്കും. അപ്പോൾ ബെൻസിയെ ശരിയായി മനസ്സിലാക്കണം, നന്നായി ചികിത്സിക്കണം. ജന്നെ നന്നായി മനസ്സിലാക്കി ഏതവസ്ഥയിലാണോ ആ ക്ഷീണം മാറുവാൻ, ആ പ്രയാസം മാറുവാൻ തക്കതായ നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുവാനായിട്ട് സാധിക്കും.
രണ്ടാമതായിട്ട് ഓർപ്പിക്കുന്നത് മെഡിസിനാണ് അല്ലേ, പരസ്പരം നല്ല മരുന്നായിട്ട് മാറണം അല്ലേ. ഏത് സാഹചര്യമാകാം, ക്ഷീണമാകാം, പനിയാകാം, പ്രയാസമാകാം, ദുഃഖമാകാം, അപ്പോൾ ബെൻസി നല്ല മരുന്നായി അല്ലേ. മരുന്ന് സാധാരണ നഴ്സുമാർ ഭീഷണിപ്പെടുത്തി കുത്തിവെക്കുന്ന പോലല്ല, പിന്നെയോ സ്നേഹത്തോടു കൂടെ മരുന്നായിട്ട് ബെൻസിക്ക് ജെന്നെ ശുശ്രൂഷിക്കുവാൻ, ജെന്നോട് കൂടെ നിൽക്കുവാൻ. ജെൻ അതുപോലെ ചെയ്തോളും കേട്ടോ, ഞാൻ ഈ ബെൻസിയോട് മാത്രമേ പറഞ്ഞു വിചാരിക്കുന്നത് കേട്ടോ. ജെന്നും അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ നല്ല നല്ല മരുന്നുകളായി, ജീവിതയാത്രകളിൽ മരുന്നുകളായി അല്ലേ. നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമാകുന്ന എപ്പോഴും സന്തോഷകരമാകണമെന്നില്ല. ദുഃഖങ്ങളുണ്ടാകാം, വേദന ഉണ്ടാകാം, സംഘർഷങ്ങളുണ്ടാകാം. വേദനകളും സംഘർഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരസ്പരം താങ്ങായി തണലായി നല്ല മെഡിസിനായിട്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ സന്തോഷകരമായിരിക്കും. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞ മറ്റൊരു മലയാളാർത്ഥം ഷാഡോ, നിഴലെന്നുള്ളതാണ്. നെല്ല് കണ്ടിട്ടുണ്ടോ? ജന്നെ നെല്ല് കണ്ടിട്ടുണ്ടോ? അപ്പം പരസ്പരം നിഴലായിട്ട്. അപ്പം നിഴലിൽ നമുക്കറിയാം, പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു കുട കാണും. ആ കുടയുടെ നിഴലിൻ്റെ കീഴിൽ അന്ന് നടന്നു പോകുന്ന വിദ്യാർത്ഥികൾ, സ്നേഹിതന്മാരെല്ലാവരും പരസ്പരം ഓരോരുത്തരോട് തോളെ കൈയിട്ട് ചേർന്ന് പിടിച്ച് പോകുന്നതായ ഒരു കാലഘട്ടം പണ്ട്. ഇപ്പം എല്ലാവരും സ്കൂളിൽ പോകുന്നതുകൊണ്ടോ കുടയും നിഴലും ഒന്നും വലിയ പരിചയമുണ്ടായെന്ന് വരികയും. പക്ഷേ അതിന് പ്രത്യേകത, കുട പിടിച്ചിരിക്കുന്ന ആളിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ നിഴലിൻ്റേതായ ആ സുഖം നമുക്ക് ലഭിക്കുന്നത്. ദമ്പതികൾ പരസ്പരം കുട ചേർന്നിരിക്കുമ്പോൾ എത്രമാത്രം ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ബെൻസിയോട് ചേർന്നിരിക്കുന്നുവോ, ബെൻസി അതുപോലെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും മനസ്സുകൊണ്ടും സ്നേഹം കൊണ്ടും ജെന്നോട് എത്രമാത്രം ചേർന്നിരിക്കുമോ, അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം നിഴലാകും. അപ്പോൾ നിഴലായി വരുമ്പോൾ അവിടെ അപ്രിസിയേഷൻ ഉണ്ടാകാം, അവിടെ അഭിനന്ദനങ്ങളുണ്ടാകാം, സ്നേഹ ജീവിത പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്നാൽ ഇന്ന് പലപ്പോഴും നിഴലാകാൻ കഴിയാതെ എത്രമാത്രം അകന്നു പോകുവാൻ കഴിയുന്നുവോ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്ന ലോകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, എത്രമാത്രം നിങ്ങൾ അടുത്തു വരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം ഓർപ്പിക്കുന്നത്, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ച്. അപ്പം അത് പറ്റിച്ചേരണമെങ്കിൽ നല്ല നിഴലായി ചേർത്ത് പിടിക്കുന്നതായ ഒരു ജീവിതാനുഭവം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ദൈവം തക്ക തുണയായി നിങ്ങൾ രണ്ടുപേരെയും പരസ്പരം നൽകിയിരിക്കുകയാണ്. ജീവിതാന്ത്യം വരെ നല്ല തുണയായി, നല്ല ഡോക്ടറായി, നല്ല മെഡിസിനായി, നല്ല നിഴലിൻ്റെ കീഴിൽ പാർക്കുന്നവരായി അല്ലേ, അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ജോബിൻ്റെയും ഒക്കെ നാമത്തിലുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ദൈവം സ്വർഗീയ ഭൗതികമായ നന്മകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. The Lord's my shepherd എന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള ഇംഗ്ലീഷ് ഹിം ഈ സമയത്ത് ഗായക സംഘം പാടുന്നതാണ്. ഈ ഗാനം പാടുമ്പോൾ ദമ്പതിമാരും ഇരുഭാഗത്തു നിന്ന് ഓരോ സാക്ഷികളും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും നവദമ്പതികൾ സ്തോത്രകാഴ്ച അർപ്പിക്കുകയും വേണം.
കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ ജൻ ബെൻസി ആദ്യത്തെ കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നതാണ്. പ്രാർത്ഥന എനിക്ക് ശേഷം ചൊല്ലും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദിവ്യ വിചാരണയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കുവാനും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകളിൽ ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യാൻ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സ്നേഹം ന്യായപ്രമാണം നിവർത്തിയെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലർ മുഖാന്തരം ഉപദേശിച്ചുവല്ലോ. തമ്മിൽ സ്നേഹിച്ച് ഞങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നിവാഹിതരായ നിന്റെ ഈ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാസനം ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ച് തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെയും ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും പുത്രിപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ട് പോകുവീൻ. ധൈര്യപ്പെടുവീൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മയെ യാതിരിപ്പീൻ. മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുന്നു
before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart. Moved to the city in a broke down car. 4 years no calls. Now you're looking pretty in a hotel bar. And I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't ever getting older. As the day I met you, I forget just why I left you. I was insane. Stay and play that Blink-182 song that we beat to death in Tucson, okay? I know it breaks your heart. Moved to the city in a broke down car. 4 years no call. Now I'm looking pretty in a hotel bar. And I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't ever getting older. Before, but for you I could write a symphony. If only you could sing along. It doesn't even need to be in key. It's what I have enough for you. Or do you need all the things that I don't? Separate all the lies from the truth. Picking up the pieces, so can we hide? I need you close. Can we pause this moment? Keep it open, close. Dance alone. കാലവരിലൂടെ ഞങ്ങളെ ദിവാസനമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ. വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ, നീ ഞങ്ങൾക്ക് സാധിച്ചു തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥകളൊക്കെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ആ ലോകപഞ്ചനായിട്ട് മനോഹരമായി നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അവന്റെ വിശ്വസതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളും എന്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്.
കർത്താവേ, നിങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ ഞാൻ ഇന്ന് പകരം ചെയ്യും. രക്ഷയുടെ മാനം മാത്രം എടുത്തി സകല ജനവും കാഴ്ച വിളിച്ചപേക്ഷിക്കും. ഇന്ന് കാലം നിന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇരു കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവരുടെ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ, നീ അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ കാലിലും പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനായി സ്തോത്രം ചെയ്യുന്നു, പിതാവിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അവരുടെ ജീവിതം ദൈവത്തോടു കൂടി വലിയ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ ഒരു ജീവിതമായി തീരുവാൻ, അനേകർക്ക് മാതൃകയായി, അനേകർക്ക് നന്മയായി, അനേകർക്ക് അത് ഉപകാരപ്രദമായി തീരുവാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങൾ മുഖാന്തരം അതിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ ഒരു ശക്തിയും അവരോട് പൊരുതുവാൻ സ്വർഗമേ നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ കർത്താവേ, എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. തലകളെ മടക്കിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം, സകല മഹത്വം നൽകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലം ഞങ്ങൾക്കായി ജീവൻ യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും കൂട്ടായ്മയും നിങ്ങളോട് പ്രാർത്ഥിച്ച എല്ലാ കാര്യം പ്രത്യേകമായി ഇന്ന് പൊതുജീവിതത്തിലേക്ക് കടന്നാൽ എന്റെ മക്കളോടും ഈ ഭവനത്തോടും ഞങ്ങളുടെ കർത്താവ് മുടക്കി യാത്ര ചെയ്തു കൂടിയിരിക്കുന്ന എല്ലാവരോടും ഈ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.